യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ജൂലൈ 16, പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിനം. ആദ്യമേ തന്നെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു. കത്തോലിക്ക തിരുസഭയിൽ കർമ്മല മാതാവിനോടുള്ള ഭക്തി ആരംഭിച്ചത് 12-ാം നൂറ്റാണ്ട് മുതലാണ്. ഇസ്രായേലിലെ കർമ്മല മലയുടെ താഴ്വരയിൽ ഒരു സന്യാസ സഭ സ്ഥാപിതമായി. അവരുടെ ആശ്രമത്തിന് ദൈവമാതാവിൻ്റെ പേരാണ് അവർ നൽകിയിരുന്നത്. മാതാവിനോടുള്ള അവരുടെ ഭക്തിയും കർമ്മല മലയിലെ അവരുടെ താമസവും അവർക്ക് കർമ്മല മാതാവിൻ്റെ സഹോദരന്മാർ എന്ന പേര് ലഭിക്കുവാനായിട്ട് ഇടയായി. അതിനെ തുടർന്ന് ഉണ്ടാകുന്ന കുരിശുയുദ്ധ കാലഘട്ടത്തിൽ സഭയിലെ ആ ഒരു കർമ്മല മാതാവിൻ്റെ നാമം ലോകമെങ്ങും വ്യാപിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ജൂലൈ 16-ാം തീയതി അന്നത്തെ സുപ്പീരിയർ അച്ഛനായിരുന്ന സൈമൺ സ്റ്റോക്കിന്, ഇപ്പോൾ വിശുദ്ധനായ സൈമൺ സ്റ്റോക്കിന് കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിക്കൊണ്ട് മാതാവ് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരുടെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഉത്തരീയം സ്വീകരിക്കുക. ഇത് ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല എന്ന് ആ ഒരു കാലഘട്ടത്ത് മാതാവ് സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയുണ്ടായി. അതിനെ തുടർന്ന് പിന്നീട് 1322 ജോൺ 22-ാം മാർപ്പാപ്പയ്ക്ക് മറ്റൊരു വാഗ്ദാനം കൂടെ ലഭിക്കുകയുണ്ടായി. മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോൺ 22-ാം മാർപ്പാപ്പയോട് പറയുകയുണ്ടായി, കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലങ്ങളിൽ ഇറങ്ങിച്ചെല്ലുകയും ഉത്തരീയം ധരിച്ച് മരിച്ചിട്ടുള്ളവരെയെല്ലാം മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് ആ മാർപ്പാപ്പയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറയുകയുണ്ടായി. അങ്ങനെയാണ് ഈ ഉത്തരീയത്തിനെ പറ്റിയും കർമ്മല മാതാവിനെ പറ്റിയുള്ള അറിവ് വളരുന്നത്. 14-ാം നൂറ്റാണ്ട് മുതൽ ജൂലൈ 16-ാം തീയതി സഭ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങി. ഈ ഒരു ആഘോഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നത്, ഉത്തരീയം ധരിച്ച് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും നൽകിയ ആ ഒരു വലിയ സന്ദേശം, ഉത്തരീയം, പരിശുദ്ധ അമ്മയുടെ ഉത്തരീയം ധരിച്ച് മരിക്കുന്ന ഓരോ ആളുകളും സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയാകും എന്ന തെളിവാണ്. പരിശുദ്ധ അമ്മയുടെ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതും അത് തന്നെയാണ്. പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുവാനായിട്ട് എന്നോടൊപ്പമുണ്ട്. എന്നെ സഹായിക്കുവാനായിട്ട് ഉത്തരീയം നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശവും അത് തന്നെയാണ്, ഞാൻ നിന്നോടൊപ്പമുണ്ട്. സ്വർഗീയ ഭവനത്തിൽ യേശുക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുവാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കുമെന്ന ചിന്തയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ എന്നോട് സഹായവുമായി കടന്നു വരുമ്പോൾ ഞാനും ഒരാളെയെങ്കിലും പരിശുദ്ധ അമ്മയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം ഞാനും ഏറ്റെടുക്കണം. ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സ്വർഗീയ ഭവനത്തിലേക്ക് എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയതുപോലെ ഞാനും ഒരാളെ കൂടെയെങ്കിലും കൈപ്പിടിച്ച് ഉയർത്തുവാനായിട്ട് സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ആർക്കെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഉത്തരീയം നൽകിക്കൊണ്ട് സമ്മാനിച്ചുകൊണ്ട് നമുക്കും ആ വ്യക്തിയെ പരിശുദ്ധ അമ്മയോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് ആ ഒരു വ്യക്തിയെയും കൂടെ സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.